അദ്ദേഹം തൃശ്ശൂരിൽ രണ്ടാമത് സന്ദർശനം നടത്തുന്നു, ഗുരുവായൂരിൽ പോകുന്നു, അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് വലിയ ഒരു ക്യാമ്പയിനിലേക്ക് BJP കൊണ്ടുപോകുന്ന സമയത്ത് തൃപ്രയാർ സന്ദർശനം നടത്താൻ ഒരുങ്ങുന്നു പ്രധാനമന്ത്രി. അങ്ങനെ ആ രീതിയിൽ ആ അയോധ്യ വിഷയം തന്നെ കേരളത്തിലും ചർച്ചാ വിഷയമാക്കാൻ ഒരുപക്ഷെ തൃപ്രയാർ സന്ദർശനം അടക്കം ഉപകരിച്ചേക്കാം. പക്ഷേ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏത് രീതിയിൽ കാണുന്നു പ്രധാനമന്ത്രിയുടെ വരവ്? അദ്ദേഹം വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. ഒപ്പം ഈ താഴെത്തട്ടിലുള്ള ശക്തി കേന്ദ്ര പ്രമുഖരുമായിട്ടുള്ള ഒരു വലിയ സമ്മേളനം. മറ്റൊരു സ്ട്രാറ്റജിയാണോ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJP ഉദ്ദേശിക്കുന്നത് മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്? അപർണ, അത് BJPയുടെ അടുത്താണ്. കാരണം സാധാരണ നമുക്കറിയാം വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ ഒരു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അതിനിടയിൽ ഇടപെട്ട് ചോദിക്കുന്നത് നേരത്തെ ഉണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് പരിശോധനയാണോ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്? പുറകിൽ നടക്കുന്നത് അതാണോ? അപർണ, ഇപ്പോൾ അല്പസമയം മുമ്പ് ADGP MR അജിത് കുമാറാണ് സ്ഥലത്തേക്ക് എറണാകുളം ലോ കോളേജിലേക്ക്, ഗവൺമെന്റ് ലോ കോളേജിലേക്ക് എത്തിയത്. അവിടെ പരിശോധന നടത്തുകയാണ്. ക്യാമ്പസിനുള്ളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പോസ്റ്ററുകൾ SFIയും KSU പ്രവർത്തകരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ BJP നേതാക്കളും പ്രവർത്തകരും ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്, പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്യാമ്പസിനുള്ളിൽ കൂടി പരിശോധന നടത്തുന്നത്. പിന്നെ മറ്റൊരു കാര്യം, പോലീസിനെതിരെ പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ പ്രകോപനപരമായ രീതിയിൽ അവരോട് പെരുമാറിയ, തുടർച്ചയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്ററുകൾ സ്ഥാപിച്ച പ്രവർത്തകർ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കെതിരെ പക്ഷേ കർശനമായ നടപടി വേണമെന്ന ആവശ്യമാണ് BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ നൂറുകണക്കിന് പോലീസുകാർ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നേരത്തെ വിദ്യാർത്ഥികൾ, ലോ കോളേജിലെ വിദ്യാർത്ഥികൾ പറഞ്ഞത് പോലീസിനെ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല, മാധ്യമങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ക്യാമ്പസിനുള്ളിൽ ചില പോസ്റ്ററുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിനകത്തെ ഈ വിദ്യാർത്ഥികളുടെ അവരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ പരിശോധന ഇതിനകത്ത് നടക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഒരു പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്റർ ഉണ്ടെങ്കിൽ, പ്രതിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള നടപടി ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ADGP MR അജിത് കുമാർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ ലോ കോളേജ് ക്യാമ്പസിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ പരിശോധന നടത്തുകയാണ്. മാത്രമല്ല വിദ്യാർത്ഥികളെ പൂർണ്ണമായി ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കടന്നു പോകുമ്പോൾ ഒരു പ്രതിഷേധമുണ്ടായാൽ അത് പോലീസിന്റെ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടും. അത്തരമൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പഴുതടച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ അപർണ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ BJPയുടെ ആ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം, അതോടൊപ്പം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വികസന, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയം അത് കേരളത്തിൽ എത്രത്തോളം ആവിഷ്കരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. രാഷ്ട്രീയ കേരളം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല കേന്ദ്രീകരിച്ച് വലിയ ഒരു പ്രചരണം BJPയുടെ ഭാഗത്തുണ്ടായില്ല. പക്ഷെ അത് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിനായിരുന്നു. പക്ഷേ ഇത്തവണത്തെ സാഹചര്യം മറ്റൊന്നാണ് BJP വിലയിരുത്തുന്നത്. കാരണം അയോധ്യ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ശ്രീരാമന്റെ പേരിലുള്ള അത് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയം ഒരുപക്ഷെ കേരളത്തിൽ അത് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന്, അതായത് വിശ്വാസികളുടെ ഇടയിൽ, ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. തൃശ്ശൂരിലെ ഒരു പ്രത്യേകിച്ചും മതവിശ്വാസികൾ വലിയ രീതിയിൽ ഉള്ള, അതായത് വിശ്വാസം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുള്ള ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ. അത് ഹൈന്ദവ വിശ്വാസികളാണെങ്കിലും ക്രൈസ്തവ വിശ്വാസികളാണെങ്കിലും നമുക്കറിയാം. ഇന്നലെ പോലും കണ്ടതാണ് തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം ചാർത്തുന്നതൊക്കെ ആ രീതിയിലൊരു വിശ്വാസത്തെ, അതായത് മതവിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള, മതവിശ്വാസം കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ നീക്കം കഴിഞ്ഞ കുറച്ച് നാളുകളായി BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ മാത്രമല്ല പാലായിലും അരുവിത്തറ ഉൾപ്പെടെയുള്ള പള്ളികളിലൊക്കെ സന്ദർശനം നടത്തുന്നു. പല ക്ഷേത്രങ്ങളിൽ BJP പ്രവർത്തകർ, നേതാക്കന്മാർ സന്ദർശനം നടത്തുന്നു. ആ രീതിയിൽ കൃത്യമായും മതവിശ്വാസികളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അയോധ്യ ഏത് രീതിയിൽ കേരളത്തിൽ പ്രതിഫലിക്കും, ഏത് രീതിയിൽ അത് BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. അത് കേരളത്തിലേക്ക്, അതായത് ഹിന്ദി ഹൃദയഭൂമി പോലെയല്ല, കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാമൂഹിക സാഹചര്യമൊക്കെ വ്യത്യസ്തമാണ്. അത് BJPക്ക് പക്ഷേ ഇവിടെ എത്രത്തോളം ഗുണകരമാകും എന്നൊരു ചോദ്യത്തിന് പ്രധാനമന്ത്രി തന്നെ മറുപടി പറയുകയാണ്. തൃപ്രയാർ സന്ദർശനം അത്
BJP തൃപ്രയാർ ക്ഷേത്ര സന്ദർശനം BJP വലിയ രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഗ്രാഫ് ഉയരുകയാണ്. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഗ്രാഫ് ഉയരുന്നു. അവിടുത്തെ ഒരു ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുന്നു, വികസനങ്ങൾ ഉണ്ടാകുന്നു. തൃപ്രയാർ ക്ഷേത്രവും ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. ഞാൻ തിരികെ എത്താം. ടോം കുര്യാക്കോസ്, ലോ കോളേജിന് തൊട്ടു മുന്നിൽ നിന്ന് പ്രതിഷേധങ്ങളുടെ ചില ചിത്രങ്ങൾ കൂടി അവിടെ ഉണ്ടായി. പോലീസ് അവിടെ ഉന്നത പോലീസ് സംഘം എത്തി അവിടെ പരിശോധന നടത്തുക കൂടിയാണ്. ആ രീതിയിൽ മാറ്റി നിർത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആവേശം നിറയുന്ന പ്രതികരണങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. എനിക്കൊപ്പം TG സജിത്ത് കൂടി വരുന്നു. സജിത്ത്, വളരെ ഉറ്റു നോക്കുന്ന, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു റോഡ് ഷോയിലേക്ക് കടക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മതി. പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ കടക്കുമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു റോഡ് ഷോ അതാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ തവണ യുവം പരിപാടിക്ക് വന്ന പോലെ ഒരുപക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇറങ്ങി നടക്കാൻ തീരുമാനിക്കുകയാണോ ചെയ്യുക, അതോ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കാനാണോ, വലിയ പുഷ്പവൃഷ്ടിക്കൊക്കെ തയ്യാറെടുത്ത് നിൽക്കുന്ന, അതായത് ഇതൊരു ഹിറ്റാക്കി മാറ്റുക, അതൊരു അനൗദ്യോഗിക ഒരു പ്രചാരണത്തിനുള്ള തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചയായി മാറുക, അങ്ങനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ചിത്രം തന്നെയായി മാറുന്നുണ്ട്, അതല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹം റോഡിലിറങ്ങി നടക്കാൻ തന്നെയാണ് സാധ്യത. അതായത് മഹാരാജാസ് കോളേജ് മുതൽ ഈ ഗസ്റ്റ് ഹൗസ് വരെയുള്ള ദൂരം ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരമാണ്. ആ ദൂരം അദ്ദേഹം പൂർണ്ണമായും നടക്കാനാണ് സാധ്യത. അതാണ് പ്രവർത്തകരെ 2 സൈഡിലുമായി അണിനിരത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ആവേശക്കാഴ്ചകൾ പ്രധാനമന്ത്രിയുടെ ഈ വരവിൽ ഒരുക്കും. അത് കൊച്ചി കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു ആവേശക്കാഴ്ച ഒരുക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക തന്നെയായിരിക്കും എന്തായാലും BJP ലക്ഷ്യമിടുന്നത്. ആ തരത്തും സാഹചര്യത്തിലേക്ക് നേരത്തെ നമ്മൾ ടോം പറഞ്ഞു വരികയായിരുന്നു, അത് ഏത് തരത്തിലാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ ഉള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ BJP പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുമ്പോൾ തൃശ്ശൂർ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ, അത് ഇപ്പോൾ ഗുരുവായൂർ സന്ദർശനമുണ്ട്, തൃപ്രയാർ സന്ദർശനം പോലും ഇടയിൽ കടന്നു വന്നിരിക്കുന്നത് അയോധ്യ എന്ന് പറയുന്ന ഒരു വിഷയത്തെ എങ്ങനെ കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു രീതിയിലാണ് എന്നുള്ളത്. ഒപ്പം കൊച്ചിയിലെത്തുമ്പോൾ അദ്ദേഹം 4000 കോടിയുടെ വികസന പദ്ധതികൾ, അതായത് വികസനം ഒപ്പം വിശ്വാസം, ഒപ്പം മറ്റ് സമുദായ ഐക്യം, അങ്ങനെ 2 ലക്ഷം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹിളാ സംഘം, അങ്ങനെ എല്ലാ തലത്തിലും BJP നോക്കുന്നത് കേരളത്തിൽ ഇത് എന്താണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളൊരു പരിശോധന കൂടി കേന്ദ്രം. എനിക്ക് തോന്നുന്നു അപർണ, ഈ തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വരുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ പങ്കെടുക്കുന്ന പൊതു യോഗത്തിൽ അദ്ദേഹം സംസാരിച്ച ചില വാക്കുകൾ അത് നമുക്ക് കോട്ട് ചെയ്യാൻ തോന്നുന്നു. അതായത് ജനങ്ങളാണ് രാജാവ് എന്ന ഒരു വലിയ സന്ദേശം കൊടുക്കുന്ന തരത്തിലുള്ള നീക്കം പ്രധാനമന്ത്രി അവിടെ തന്നെ നടത്തിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു തുടർച്ച തീർച്ചയായിട്ടും കേരളത്തിൽ കൊച്ചിയിലെ വേദികളിൽ, ഗുരുവായൂരെ പരിപാടികളിലൊക്കെ ഒരുപക്ഷെ അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ പ്രധാനമന്ത്രി അത്തരം നീക്കങ്ങൾ നടത്തിയേക്കാം. ആ തരത്തിൽ സാധാരണ അതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം തൃശ്ശൂരിൽ വന്നിട്ട് വടക്കനാഥനെ വണങ്ങാതെ പോയി എന്ന പഴി കേൾക്കുക രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ എതിർ ചേരികൾ അതൊക്കെ ആയുധമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അതിന് കൃത്യമായ മറുപടി ഇതിലൂടെ കൊടുക്കുക എന്നുള്ളതാണ്. അയോധ്യ ഒരു ഐക്കണായി നിർത്തുന്നു. ഒപ്പം കേരളത്തിലേക്ക് വരുമ്പോൾ പ്രസിദ്ധമായ മറ്റൊരു തൃപ്രയാർ ക്ഷേത്രത്തിൽ, കേരളത്തിൽ മലയാളികളെയൊക്കെ സംബന്ധിച്ച് വളരെ സുപരിചിതമായ ഒരു രാമന്റെ ക്ഷേത്രത്തിലേക്ക് വരുന്നു. അവിടെ അദ്ദേഹം കൃത്യമായി സന്ദർശനം നടത്തി ഒരു ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഒരിക്കൽ കൂടി ടോമിലേക്ക്. ടോമ, ഇപ്പോൾ ഏത് രീതിയിൽ, ഇനിയിപ്പോൾ നമുക്ക് 6 മണി കഴിഞ്ഞിരിക്കുന്നു, 6:30 കഴിയുമ്പോഴേക്കും അദ്ദേഹം നെടുമ്പാശ്ശേരിയിലെത്തും എന്നുള്ള, നേവൽ ബേസിലേക്ക് കടക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും വൈകാനുള്ളൊരു സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് റോഡ് ഷോയും വൈകും. അതേത് രീതിയിലാണ് സമയക്രമീകരണങ്ങൾ? അപർണ, എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അറിയിച്ച കാര്യം അദ്ദേഹം 6 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ്. ഇപ്പോൾ വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് റോഡ് ഷോ 7 മണിക്ക് ശേഷമായിരിക്കും റോഡ് ഷോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പക്ഷെ എന്തായാലും അത് ഇന്നലെ തന്നെ BJP നേതാക്കളെ സംബന്ധിച്ച് അതിൻ്റെ ചില സൂചനകൾ ലഭിച്ചിരുന്നു. കാരണം വലിയ ദീപാലങ്കൃതമായിട്ടാണ് കൊച്ചിയിലെ നഗരവീഥികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കാൻ വേണ്ടി വലിയ ഒരുക്കങ്ങൾ തന്നെ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും വലിയ ആവേശം. 2 വശങ്ങളുമായി BJPയുടെ പതാകകൾ ദീപാലങ്കൃതമായി ഈ നഗരവീഥികൾ അലങ്കരിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റോഡ് ഷോയിലൂടെ കടന്നു പോകുമ്പോൾ പുഷ്പവൃഷ്ടി ഉണ്ടാകും, വാദ്യമേളങ്ങളുണ്ടാകും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയായിരിക്കും അദ്ദേഹം കടന്നു പോകുക. ഒരുപക്ഷെ റോഡ് ഷോ തുറന്ന വാഹനത്തിലായിരിക്കും റോഡ് ഷോ.
കുറച്ച് ഒരു സമയമെങ്കിലും അദ്ദേഹം നടന്ന് ഈ റോഡ് ഷോയിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 8 മാസം മുൻപ് അദ്ദേഹം കൊച്ചിയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ അന്ന് യുവ പരിപാടിയുമായി ബന്ധപ്പെട്ടായിരുന്നു 8 മാസം മുൻപ് കൊച്ചിയിലെത്തിയത്. അന്ന് അദ്ദേഹം റോഡ് ഷോ നടത്തിയപ്പോൾ കുറച്ച് ദൂരം നടന്ന് BJP പ്രവർത്തകരെ അഭിസംബോധന, അത് വലിയ രീതിയിലുള്ള ആവേശമാണ് സൃഷ്ടിച്ചത്. അതേ രീതിയിൽ BJP പ്രവർത്തകർ ഈ മണിക്കൂറുകളായി പ്രധാനമന്ത്രിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന BJP പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം നിറയ്ക്കുന്നൊരു കാഴ്ചയായിരിക്കും അത്. കാരണം 1.5 കിലോമീറ്റർ ദൂരമാണ് മഹാരാജാസ് ഗ്രൗണ്ട് മുതൽ KPC ജംഗ്ഷൻ മുതൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എറണാകുളം ലോ കോളേജ് വരെയാണ്. ലോ കോളേജ് ഈ ഭാഗത്താണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സമാപിക്കുന്നത്. അതിൽ തൊട്ട് സമീപത്താണ് ഈ ഗസ്റ്റ് ഹൗസ്, എറണാകുളം ഗസ്റ്റ് ഹൗസ്. ഈ ഗസ്റ്റ് ഹൗസിലാണ് ഇന്ന് അദ്ദേഹം ചെലവഴിക്കുന്നത്, ഇന്ന് അദ്ദേഹം തങ്ങുന്നത്. അതിനുശേഷം നാളെ പുലർച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ ആരംഭിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം, അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങ്, തൃപ്രയാർ ക്ഷേത്ര സന്ദർശനം, അതിനുശേഷം തിരികെ കൊച്ചിയിലേക്ക് ഉച്ചയോടുകൂടി കൊച്ചിയിലേക്ക് എത്തുന്നു. കൊച്ചി ഷിപ്പ്യാർഡിൽ അദ്ദേഹത്തിൻ്റെ 3 പദ്ധതികളുടെ ഉദ്ഘാടനം. പിന്നീടാണ് BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ കേരളത്തിലെ തുടക്കമെന്ന് പോലും വ്യാഖ്യാനിക്കുന്ന രീതിയിൽ BJPയുടെ ശക്തി കേന്ദ്ര പ്രതിനിധികളുടെ സമ്മേളനവും നാളെ ഉച്ച. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ സമയക്രമത്തിൽ ചില മാറ്റമുണ്ടായെങ്കിൽ കൂടിയും അത് പ്രവർത്തകരുടെ ആവേശം ചെറുതാക്കിയിട്ടില്ല എന്ന് വേണം അവിടെ നിന്നുള്ള കാഴ്ചകൾ